السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ വയർഫഉ ബിഹി അദ്ദറജാത്ത്. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദറജകൾ ഉയർത്തുന്ന, നിങ്ങളുടെ പദവികൾ ഉയർത്തുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ തിന്മകളെ മായ്ച്ചു കളയുന്നതുമായ ചില കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? സഹാബാ കിറാം അവർ പറഞ്ഞു, റളിയല്ലാഹു അൻഹും, ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇസ്ബാഗുൽ വുദൂഇ അലൽ മകാരിഹി വകസ്റത്തുൽ ഖുതാ ഇലൽ മസാജിദി വൻതിളാറുസ് സ്വലാത്തി ബഅദസ് സ്വലാത്തി ഫദാലികുമുർ റിബാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കർമ്മങ്ങളാണ് അവരുടെ ദറജകൾ ഉയർത്തുന്ന, അതുപോലെ തന്നെ തിന്മകളെ മായ്ച്ചു കളയുന്നതായി കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തു. ഒന്നാമത്തേത് ഇസ്ബാഗുൽ വുദൂഇ അലൽ മകാരിഹ്, പ്രയാസമുണ്ടാകുന്ന ഘട്ടത്തിലും പരിപൂർണമായി വുദൂ എടുക്കുക എന്നുള്ളത്. നമുക്കറിയാം, നല്ല തണുപ്പുള്ള സമയത്തൊക്കെ നമുക്ക് പ്രയാസമായിരിക്കും വുദൂ പരിപൂർണമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചില ആളുകളൊക്കെ എന്ത് ചെയ്യും, ചിലതൊക്കെ തടവിയിട്ടും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് എടുക്കാതൊക്കെ പോകും. ആ സമയത്ത് പരിപൂർണമായി നമ്മൾ വുദൂ എടുക്കുക എന്നുള്ള കാര്യം നമ്മുടെ ദറജകൾ ഉയർത്തുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പാപങ്ങൾ പുറത്തു തരാനും അത് കാരണമായി തീരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നത്. രണ്ടാമത് അവിടുന്ന് പറഞ്ഞത് വകസ്റത്തുൽ ഖുതാ ഇലൽ മസാജിദ്, പള്ളിയിലേക്കുള്ള നടത്തം അത് അധികരിപ്പിക്കുക എന്നുള്ളത്, അതായത് കാലടികൾ അധികരിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരാൾ മസ്ജിദിലേക്ക് നടന്നു വരുമ്പോഴൊക്കെ അയാളുടെ പദവികൾ ഉയരുകയും അയാളുടെ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിച്ചിരുന്നത്. മൂന്നാമതായി അവിടുന്ന് പറഞ്ഞത് വൻതിളാറുസ് സ്വലാത്തി ബഅദസ് സ്വലാ, ഒരു നിസ്കാരത്തിന് ശേഷം മറ്റൊരു നിസ്കാരത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുക എന്നത്. എങ്ങനെയാണ് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ പല രൂപത്തിൽ വിശദീകരിച്ചതായി കൊണ്ട് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഹദീസിൽ പറഞ്ഞ രൂപത്തിൽ തന്നെയാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതായത് ഒരു നിസ്കാരം കഴിഞ്ഞു, അടുത്ത നിസ്കാരം വരേക്കും പള്ളിയിൽ അവൻ ഇരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. അവൻ്റെ ഹാജത്ത്, അവന് ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടി മാത്രം പുറത്തു പോവുക എന്നുള്ള രൂപത്തിൽ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു, അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർശിന്റെ തണൽ ലഭിക്കുന്നവരുടെ കൂട്ടം പറഞ്ഞപ്പോൾ ഒരു വിഭാഗത്തെ പറഞ്ഞു, അവരുടെ ഹൃദയം എന്തായിരിക്കും, പള്ളിയുമായി കോർത്തിണക്കപ്പെട്ട വ്യക്തികളായിരിക്കും. അതേപോലെ നമ്മളൊരു ളുഹ്ർ നമസ്കാരം കഴിഞ്ഞാൽ നമ്മുടെ ശുഗലിലേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മുടെ ജോലിയിലേക്ക് പോയി കഴിഞ്ഞാലും നമ്മുടെ ചിന്തയും അതുപോലെ തന്നെ നമ്മുടെ ആലോചനയൊക്കെ അടുത്തൊരു അസറുമായി അടുത്തൊരു നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതും എന്ത് തന്നെയാണ്, ഇൻതിളാറുസ് സ്വലാത്തി ബഅദസ് സ്വലാ, ഒരു നമസ്കാരത്തിന് ശേഷം മറ്റൊരു നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കലാണ് എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കൊണ്ട് കാണുവാൻ സാധിക്കും. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫദാലികുമുർ റിബാത്ത്, ഇതാണ് റിബാത്ത് എന്ന് പറയുന്നത്. റിബാത്ത് എന്ന് പറഞ്ഞാൽ കുഫാറുകളായ ആളുകളിൽ നിന്ന് മുസ്ലിം രാജ്യത്തിന് അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കൾക്ക് തടയായിക്കൊണ്ട് നിന്ന് ഇസ്ലാമിക ഭരണകൂടത്തെയും അതുപോലെ തന്നെ മുസ്ലിമീങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു സംരക്ഷകന് എന്ത് പ്രതിഫലമാണോ ലഭിക്കുക, അതാണ് ഈ 3 കർമ്മങ്ങളും ചെയ്താൽ അവർക്ക് ലഭിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി കൊണ്ടുവരാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.